ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 792 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം 2 ദിനവൃത്താന്തം 35 അധ്യായം 22 തിരുവചനമാണ്. യോശിയാവ് നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ മെഗീഥോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് കോളേജിലേക്കും പിന്നീട് വീട്ടിലേക്കും ഡ്രൈവ് ചെയ്താണ് പോയിരുന്നത്. വളരെയധികം ദൂരം വളവും തിരിവുമില്ലാത്ത വഴിയായതുകൊണ്ട് വളരെ വേഗത്തിലാണ് യാത്ര ചെയ്യുന്നത്. ആദ്യം ഹൈവേ പട്രോൾ പോലീസ് ഒരു മുന്നറിയിപ്പ് നൽകി. പിന്നെ ടിക്കറ്റ് കിട്ടി. പിന്നീട് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ആ ചെറുപ്പക്കാരനെ പിടികൂടി. പ്രിയമുള്ളവരെ, അനുസരിക്കുവാൻ വിസമ്മതിക്കുന്നത് ദൗർഭാഗ്യകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ബാബേലിനെതിരായ യുദ്ധത്തിൽ അശൂരിനെ സഹായിക്കുവാൻ മിസ്രയീം രാജാവായ നെഖോ യഹൂദ പ്രദേശത്തു കൂടി നീങ്ങിയപ്പോൾ യോശിയാവ് അവനെ നേരിടുവാൻ പുറപ്പെട്ടു. നെഖോ യോശിയാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച്, ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പക്ഷത്തുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു. യോശിയാവ് മെഗീഥോ താഴ്വരയിൽ അവനുമായി യുദ്ധം ചെയ്യുവാൻ വന്നു. യുദ്ധത്തിൽ യോശിയാവിന് മാരകമായി പരിക്കേറ്റ് മരിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവത്തെ കേൾക്കുവാനോ മറ്റുള്ളവരിലൂടെ അവിടുത്തെ ജ്ഞാനം ഗ്രഹിക്കുവാനോ തയ്യാറാകാതെ സ്വന്തം വഴിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ അവസാനം ശുഭകരമായിരിക്കുകയില്ല. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ താഴ്മയോടെ കേൾക്കുവാനും അവിടുത്തെ ജ്ഞാനം മറ്റുള്ളവരിലൂടെ ഗ്രഹിക്കുവാനുമൊക്കെ എന്നെയും സഹായിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.